ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, യഥാർത്ഥത്തിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പ്രൊസീഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ്. Triumph and success, shadow, recognition and reward, balance and light. അപ്പം നമ്മൾ നിലവിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ആ ഒരു ഷാഡോയിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്നൊരവസ്ഥ. അതായത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മാനസികമായിട്ടും ആ ഒരു മാറ്റം വന്നു ചേർന്നിട്ടുണ്ടാവാം. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റി, കൺഫ്യൂഷൻ, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് കുറച്ചൊരു മനസ്സമാധാനത്തിലേക്കും തെളിഞ്ഞ മനസ്സിലേക്കും ഒക്കെ എത്താനായിട്ട് സാധിക്കുന്നൊരവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എത്തണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് വരണം, നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ ട്രസ്റ്റ് വേണം, യൂണിവേഴ്സിനോടൊരു ട്രസ്റ്റ് വേണം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ലൈഫിൽ പതിയെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില സംശയമുണ്ട്, അതൊക്കെ ഒന്ന് നിവർത്തിച്ച് കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം നമ്മളിലേക്ക് വന്നു ചേരണമെന്നില്ല. പ്രധാനമായിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്താണ് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു എനർജി കൂടി നമുക്ക് വളരെ എടുത്ത് കാണാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടതും അതായിരിക്കാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്രയും ഹോണസ്റ്റായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ആ ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടത്ര ഒരു അംഗീകാരം ഇല്ല. ചിലർക്ക് അംഗീകാരമില്ല എന്നുള്ളത് മാത്രമല്ല, അതിന് പകരമായിട്ട് നമ്മൾ പറയുന്നത് പോലെ നല്ലത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മോശം കിട്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു മാറ്റം കടന്നു വരുന്നുണ്ട്, ആ ഒരു പ്രകാശം വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലർക്ക് കുറച്ചൊരു കാത്തിരിപ്പിന് ശേഷമായിരിക്കാം ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ അത് നിങ്ങളുടെ പേഴ്സണും ആവാം. കാരണം ഇവിടെ രണ്ടുപേരുടെ എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹെഡ് ആൻഡ് ഹാർട്ട് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുറച്ചൊരു തെളിച്ചവും കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും, അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. Devil, Two of Wands, 10 of Swords, 5 of Wands, 7 of Swords, Temperance, Death,
Queen of Swords, Five of Swords, Judgment, Nine of Pentacles, Ten of Cups, Two of Swords, Queen of Pentacles, Sun, Eight of Swords, and Ace of Pentacles. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെയാണ് ഈ പേഴ്സൺ പോകുന്നതെന്ന് പറയാം. അതായത് ഇപ്പം നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടതാണ് ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം പ്രകാശമൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലായിരിക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇൻ ദ സെയിം വേ നമുക്ക് ആ ഒരു കാര്യം ഈ ഒരു സ്പ്രെഡിലും കാണാമെന്നുള്ളതാണ്. ആ ഒരു വെളിച്ചം സൺ, ആ ഒരു പ്രകാശം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ക്ലാരിറ്റിയെ കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആക്ഷനിലും ആ ഒരു ക്ലാരിറ്റി വരുന്ന ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി. പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ അധികം ക്രൂഷ്യലായിട്ട് പ്രശ്നങ്ങൾ നടന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഇതിനകത്ത് ഇനി നടക്കാനൊന്നും ബാക്കിയില്ല എന്നൊക്കെ നമ്മൾ ചില ബന്ധങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ചിലപ്പോൾ നല്ല തേർഡ് പാർട്ടിയുടെ ഒരു പിരിമുറുക്കവും കാര്യങ്ങളും കാരണം വിഷമിക്കേണ്ടി വരുന്നൊരവസ്ഥ, ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവേണ്ടി വരുന്നൊരവസ്ഥ, ചീറ്റിംഗ് ഉണ്ടാവേണ്ടി വരുന്ന അവസ്ഥ, ചിലപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ അങ്ങനെ പലവിധമായിട്ടുള്ള പ്രഷർ, ചിലപ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്നുള്ള രീതിയിൽ കൂനമേ കുരു എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറയുന്നത് പോലെ പല പല പ്രശ്നങ്ങളും കയറി ഇറങ്ങി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതിൻ്റെയൊക്കെ ഒരു മാനസിക ഭാരം നമുക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചിന്തകളിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു പോയിട്ടും പിടിച്ചു നിന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോൾ എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചിലയിടത്ത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം പ്രശ്നം, ചിലയിടത്ത് ഈഗോ ആയിരിക്കാം, ചിലയിടത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള മടുപ്പ് അല്ലെങ്കിൽ വേറെ ചോയ്സസ് ഓപ്ഷൻസ് വരുമ്പോൾ അതിനകത്തേക്ക് വരുന്നൊരു ശ്രദ്ധ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനകത്ത് വിട്ടുപോകാനേ കഴിയാത്ത പോലെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളോട് വഴക്കിടുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിലാണ്, അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി ഒന്നും കിട്ടണമെന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് പോകാൻ കഴിയണമെന്നില്ല, എങ്കിലും എങ്ങനെയൊക്കെയോ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് വിട്ട് കളയാൻ പറ്റുന്നില്ലല്ലോ, എന്തൊക്കെയോ ഒരു അഡിക്ഷൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇനി ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ടോക്സിക് ആണെന്ന് ഈ ഒരു പേഴ്സണ് തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കൺട്രോളിങ്ങോ കൂടുതൽ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കതൊരു വലിയൊരു ഹെഡേക്ക് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആ ഒരു റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് അത് അവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കണം എന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഇവരുടെ പുറകെ നടന്നപ്പോൾ അവർക്ക് അതെല്ലാം വലിയൊരു തലവേദനയായിട്ടോ ബേർഡനായിട്ടോ ദേഷ്യമൊക്കെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കാം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകുന്നത്. പക്ഷെ അവർക്കതൊരു വലിയൊരു സഫക്കേഷനായിട്ടൊക്കെ ഫീൽ ചെയ്തൊരു അവസ്ഥയും നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഒരുപാട് ഇൻസിഡൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു കപ്പിൾ എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ എന്നോട് ഫിസിക്കലി ഉള്ള അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എന്നെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ എന്നോട് ആ ഒരു റിയൽ ലവ് ഇല്ലേ എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു സ്റ്റേജസൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ കറൻലി ആ ഒരു അവസ്ഥയ്ക്ക് ഉള്ളൊരു മാറ്റം നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകാരണമായിട്ട് ദേഷ്യപ്പെടുക അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നല്ലതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ഡെവിൾ എനർജിയാണ്, ഒരു ഫോൾസ് അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു നെഗറ്റീവിൽ നിന്നൊരു പോസിറ്റീവിലേക്ക് വരുന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് സമാധാനമൊക്കെ ഇവിടെ നല്ലതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് തന്നെ ശാന്തമായിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഇടപഴകുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ വളരെ നന്നായിട്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്ര നല്ലൊരു പേഴ്സൺ ആണെന്നൊക്കെ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ പിന്നീടാണ് നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത്രയും ദേഷ്യപ്പെടുമോ,
ഇത്രയും ഒരു അറഗൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് ചിലപ്പോൾ പിന്നീട് ആണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസ് തന്നെ മാറിപ്പോയി എന്നൊക്കെ നമുക്ക് പല റിലേഷൻഷിപ്പിലും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നല്ലൊരു സമാധാനത്തിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തകളിലാണെന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു എത്തും പിടിയും കിട്ടണമെന്നില്ല. നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അകാരണമായിട്ടുള്ള ദേഷ്യം തോന്നിയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയോ ആ ഒരു ഹോണസ്റ്റിയോ ഒക്കെ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആകെ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ പോലും ഇത് എൻഡായോ അല്ലെങ്കിൽ ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ടൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഒരു ഹൈഡിങ് എനർജി, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പറയാതിരിക്കൽ, ഒളിപ്പിച്ചു വെക്കൽ, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെയുള്ള ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അലട്ടിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണും ഇപ്പോൾ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മേജറായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അത്രയും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മേജർ ആർക്കാന രണ്ട് കാർഡ്സാണ് ഈ പറയുന്ന ഡെത്ത് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന എനർജീസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു അവേക്കനിങ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. അത്രയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ ആ ഒരു റീബർത്ത് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതുപോലെയുള്ള ആ ഒരു എനർജിയാണ്. അത്രയും ഡീപ്പായിട്ട് ഈ ഒരു പേഴ്സൺ പാസ്റ്റിലുള്ള എല്ലാ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടു ഇത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് സഫോക്കേഷനൊക്കെ സഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞ്, അല്ലെങ്കിൽ അതവിടെ കുഴിച്ചു മൂടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തികച്ചും ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ആ ഒരു പുത്തൻ ഉണർവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സ്പ്രെഡിൽ പറഞ്ഞ കാര്യമാണ് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം വന്ന് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയാണ്. മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറി ഒരു നല്ല രീതിയിലേക്ക് എത്താൻ കഴിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഇവരുടെ എനർജിയിലും തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അപ്പോൾ അവർക്കും ആ ഒരു മാറ്റം മെൻ്റലിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസിലാവാറുണ്ട്. ചിലരൊരു ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കർമാസിൻ്റെ റിഫ്ലക്ഷൻ അനുഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ചുറ്റിത്തിരിയുന്നൊരവസ്ഥ, നമുക്ക് തന്നെ ചില കാര്യങ്ങളിൽ നിയന്ത്രണം കിട്ടുന്നില്ല, കൺട്രോൾ വിട്ടു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അവിടെ നിന്നുള്ളൊരു ചേഞ്ച് നല്ലതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിൽ തന്നെ ഉണ്ടാവുന്നതായിട്ട് കാണാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഒളിച്ചുകളി, ഫൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പോകാനായിട്ട് ഈ പേഴ്സൺ തന്നെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. അവരുടെ കയ്യിൽ തന്നെ ആ ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരാണ് ഇതിനകത്ത് ഒളിച്ചുകളി നടത്തിയത്, അല്ലെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം വരുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന, സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാം. ആ ഒരു സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ഫാമിലി പോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷേ അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പോ അങ്ങനെയുള്ളവരും ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെവി ഹാപ്പിനെസ് തിരിച്ചു വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത് പോലെ വരാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇൻറ്റൻഷനിൽ നമുക്കത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അത് പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സൺ ഒരു ബ്രൈറ്റ് ലൈറ്റിലേക്ക് എത്തിയെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴും അവർക്ക് ഒരു മെൻ്റൽ ബ്ലോക്കേജ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എവിടെയൊക്കെ ഒരു സ്റ്റക്നെസ്, ആ ഒരു ഷാഡോ എനർജിയുടെ ബാക്കി പത്രം പോലെ അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസാണ് ബാക്കിയുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം എല്ലാത്തിനും ഉപരിയായിട്ട് അവർ ആ ഒരു സ്ട്രോങ് ആൻഡ് സെക്യൂർ ആയിട്ട് റിലേഷൻഷിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വന്നു തുടങ്ങുന്നത്. അവരുടെ മാനസികമായിട്ടാണെങ്കിലും ചിന്താഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാം. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് എനർജീസിൻ്റെ ഒരു സപ്പോർട്ടും ആ ഒരു പേഴ്സൺ ഉണ്ട്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആയാലും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം തടസ്സമായിട്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ട്രാപ്പായിട്ടോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സർവ്വശക്തി എടുത്ത് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്.
ഇൻറ്റേർണലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ്റ്റേർണലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ച പ്രവൃത്തി ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളത് അവർ മനസ്സിൽ തട്ടിയ ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു എക്സ്റ്റേണൽ അവർക്കുണ്ടാകുന്ന സർക്കംസ്റ്റാൻസസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു ബാക്കി പത്രമോ ഒക്കെ ആയിരിക്കാം. എങ്കിലും അതിനെ ഞാൻ ഓവർകം ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥ തന്നെയാണ് ആ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. ആ പേഴ്സൻ്റെ എനർജി മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു മാറ്റം നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടായ ആ ഒരു നിഗൂഢതകൾ, വിഷമം, ഷാഡോ എനർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ അതിന് ക്ലാരിറ്റിയിലേക്ക് വരിക, മനസ്സമാധാനത്തിലേക്ക് വരിക. ഹീലിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രക്ഷുബ്ധമായിട്ടുള്ള കാര്യത്തിലും നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പുറത്ത് കിടക്കുക. ഹീലാകുമ്പോഴേ നമുക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ചിലപ്പോൾ കഴിയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നാരോ മൈൻഡഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്രക്ഷുബ്ധമായിട്ട് മനസ്സിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. അപ്പോൾ അവിടെ ഒരു ശാന്തത വരണം. ആ ഒരു കാംനെസ് വന്നു തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ആ ഒരു കോൺടാക്റ്റിലേക്ക് വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു പേഴ്സൺ ഇപ്പോൾ മാറ്റം സംഭവിച്ചു, അവരിപ്പോൾ പഴയ വ്യക്തിയല്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 13, നമ്പർ 14, നമ്പർ 15, നമ്പർ 19 ആൻഡ് നമ്പർ 20. ഇനി അതുപോലെ സോഡിയക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ എനർജിയിൽ നിൽക്കുന്നത് സ്കോർപ്പിയോ സോഡിയക് സൈൻ ആണ്. അതുപോലെ തന്നെ ഏരീസ് ആൻഡ് സജിറ്റേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ആ ഒരു തിരിച്ചുവരവ് നടന്നിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അത് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പലരും നമുക്ക് കമൻസിലൂടെ ആണെന്നുണ്ടെങ്കിലും അല്ല പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും പറയാറുണ്ട് ആ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചുവരവുണ്ടായി, ചിലവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രേ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.